ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് ഇവിടെ 3 ദേവിമാരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ദേവി നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വേണം ഇത് സെലക്ട് ചെയ്യാനായിട്ട്. നല്ലോണം ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിനി ആദ്യത്തെ കാർഡ് റീഡ് ചെയ്യാം. ആദ്യം നമ്മൾ ദുർഗാദേവിയാണ് എടുത്തിട്ടുള്ളത്. വളരെ ശക്തി സ്വരൂപിണിയായ ഒരു അമ്മയാണ്. ഇപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുന്നൊരു സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നു. അമ്മ അതിനെ സത്യം പറഞ്ഞാൽ തുടച്ച് നീക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തനിച്ചൊന്നും അല്ല, അമ്മയുണ്ട് കൂടെ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ആ പേടിയെല്ലാം മാറ്റി ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട്. അമ്മ ദുർഗാദേവി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്രേക്കപ്പിൻ്റെ ദുഃഖമുണ്ട്, അതുപോലെ ജോലി കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട്, പക്ഷേ കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക, ദുർഗയെ ഭജിക്കുക, എന്നെ ആശ്രയിക്കുക, ഞാനതെല്ലാം തുടച്ചു നീക്കുമെന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, നമുക്കിനി കാർഡ് നമ്പർ 2 പോവാം. ഇതിൽ പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയെ പറ്റി പറയുവാണെങ്കിൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേവിയാണ് ലക്ഷ്മി ദേവി. പണം, കല്യാണം, ഭാഗ്യം തരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ സാലറി കൂട്ടിക്കിട്ടാനും അതുപോലെ സ്വർണം മേടിക്കാനും വീട് പണിയാനും കഴിയുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസമാധാനം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വീട്ടിൽ ഐശ്വര്യം വന്നു നിറയുന്നു എന്നാണ് നമുക്ക് ഈ കാർഡിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല സമയമാണ്. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വന്ന് നിറയുന്ന ഒരു സമയമായതിനാൽ ലക്ഷ്മി ദേവിയുടെ അമ്പലങ്ങളിൽ നിങ്ങൾ പോയി തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും അവിടെ നിങ്ങൾ പൈസ ദാനമായി കൊടുക്കുന്നതും നന്നായിരിക്കും. ഇനി നമുക്ക് കാർഡ് നമ്പർ 3 പോകാം. മൂന്നാമത്തെ കാർഡിൽ നമ്മൾ സരസ്വതി ദേവിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കൺഫ്യൂഷൻസും പെട്ടെന്ന് തന്നെ മാറുന്നു. നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയോ എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയം ഉറപ്പാണ്. അതുപോലെ തന്നെ പുതിയ സ്കില്ല് പഠിക്കാനും പുതിയ ഭാഷകൾ പഠിക്കാനും പുതിയ കോഴ്സ് പഠിക്കാനും ആർട്ട്പരമായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അത് പ്രയോജനം ചെയ്യണം. സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും സരസ്വതി ക്ഷേത്രങ്ങളിൽ പോകുന്നതും നിങ്ങൾക്ക് ഉത്തമമാണ്. നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം പുസ്തകം തൊട്ട് വന്ദിക്കുക. അതിനുശേഷം വേണം പഠിക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മറന്നു പോകരുത് എന്ന് പ്രത്യേകം ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ദേവിയോട് പറയണം. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്നത് തന്നെ പരീക്ഷയ്ക്ക് വരണം എന്നും നമ്മൾ സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പറയണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുളസിയില നുള്ളിയിട്ട് ഗായത്രി മന്ത്രം 21 തവണ ചൊല്ലിയതിന് ശേഷം അത് കുടിച്ചിട്ട് പഠിക്കുന്നതും നല്ലതാണ്. ബുദ്ധിവികാസത്തിന് ഉത്തമമാണ് അത്. നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യം രാവിലെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കണം, സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പുസ്തകം തൊട്ട് വന്ദിക്കണം. രാവിലെ പുസ്തകം എടുത്ത് നിങ്ങൾ ഒരു വരിയെ പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിലും നിങ്ങൾ രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ സരസ്വതി ദേവിയെ വണങ്ങണം. അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങൾ പരീക്ഷയ്ക്കായാലും അല്ലെങ്കിൽ സ്കൂളിലോട്ടായാലും പോകാനായിട്ട്. ഇതുപോലുള്ള ടാരോട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.